പ്രിയ സഹോദരനെ, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരുന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം പറയുകയാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ മൂന്നാം ലോക മഹായുദ്ധം ഒരു വെളിപ്പാടകലെ എന്ന ശീർഷകത്തോടുകൂടി നമ്മൾ ചെറിയ ക്ലാസ് കേട്ടു. പ്രിയ സഹോദരരെ, ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ചെറിയ വാർത്തകളൊക്കെ നമ്മൾ എന്താണ് ലോകം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതിനെപ്പറ്റി പഠിക്കുകയും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ചില വാർത്തകൾ ശ്രദ്ധിച്ചപ്പോൾ മഞ്ഞാങ്കലച്ഛൻ എന്ന് പറയുന്ന ഒരു താടിയൊക്കെ വെച്ച ഒരു അച്ഛൻ്റെ ഒരു ചെറിയ പ്രഭാഷണം കേട്ടു. അദ്ദേഹം നൈജീരിയയിലെ ചില കാര്യങ്ങൾ പറയുകയായിരുന്നു. അവിടെ നടക്കുന്ന ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന വിധം, ക്രിസ്ത്യാനികളുടെ മാംസം മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന അവസ്ഥയിലേക്ക്, മനുഷ്യ ശരീരം മാംസമായി വാങ്ങാൻ കിട്ടുന്ന അവസ്ഥയിലേക്ക് ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് മഞ്ഞാങ്കച്ചനോട് ഒരു സഹോദരൻ പറയുകയുണ്ടായി എന്ന് അച്ഛൻ വേദനയോടെ പറയുകയുണ്ടായി. അതോടൊപ്പം പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസം നമുക്കറിയാം നമ്മുടെ കേന്ദ്രമന്ത്രിയായ ജോർജ് കുര്യൻ എന്ന മന്ത്രി, അദ്ദേഹം മെത്രാന്മാരെയൊക്കെ ഇരുത്തിക്കൊണ്ട് അച്ഛന്മാരുടെ കുമ്പിൽ ഇരുന്നുകൊണ്ട് ഒരു പ്രഭാഷണം വേണ്ട കത്തോലിക്ക സഭയുടെ അടിവേര് ഇളകുന്ന കാലഘട്ടത്തിലേക്കാണ് പോകുന്നതെന്നും സഭ കുറച്ചുകൂടെ വളരെ വ്യക്തമായ ആത്മീയ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നും ഇവിടുന്ന് കയറിപ്പോകുന്ന കുഞ്ഞുങ്ങളൊക്കെ വിദേശത്തിൽ ചേക്കേറിക്കൊണ്ട് തിരിച്ചു വരാതിരിക്കുമ്പോൾ കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ വീടും പറമ്പും അനാഥമാകുന്നെന്നും ആ അനാഥമാകുന്ന ഭവനങ്ങളിലേക്ക് മറ്റു പലരും കയറിക്കൂടുമെന്നും വ്യംഗ്യാർത്ഥ രൂപത്തിൽ ആ മന്ത്രി പറയുകയുണ്ടായി. അതിൻ്റെ അർത്ഥം ഇനി വരാനിരിക്കുന്ന കാലഘട്ടങ്ങളിൽ അപ്പനോ അമ്മയോ മാത്രമായിട്ട് പ്രായം ചെന്ന ആരോഗ്യം ക്ഷയിച്ച മാതാപിതാക്കന്മാർ ജീവിച്ചിരിക്കുന്ന ഭവനങ്ങളിൽ ഈ ഭീകരർ കടന്നു കയറുകയും അവരെ കൊല്ലുകയോ അല്ലെങ്കിൽ അവരുടെ കൂടെ തന്നെ താമസിച്ചുകൊണ്ട് ഈ സ്ഥലവും വീടും പറമ്പും സ്വന്തമാക്കുകയും ചെയ്യുന്ന അധീശത്വം സംഭവിക്കാൻ പോവുകയാണ്. അത് നമ്മുടെ സഭയിൽ സംഭവിക്കും, വൈദികരിൽ സംഭവിക്കും, പള്ളിമുറികളിലും ദേവാലയങ്ങളിലും ക്രിസ്ത്യൻ കുടുംബങ്ങളിലും സംഭവിക്കും. അങ്ങനെ ലോകം അതിൻ്റെ അന്ത്യകാലത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനായി ഓരോ ഘട്ടമായി സ്റ്റെപ്പായി മുന്നോട്ട് ലോകം കുതിച്ചു നീങ്ങുമ്പോൾ, കഴിഞ്ഞ ക്ലാസ്സിൽ മൂന്നാം ലോക മഹായുദ്ധത്തെ ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് പറയേണ്ടായി. പ്രിയ സഹോദരരെ, നമുക്കറിയാം ഇപ്പോൾ ഇറാനുമായിട്ടും ഇസ്രായേലുമായിട്ടുള്ള പ്രശ്നങ്ങൾ ലോകം ഉറ്റുനോക്കുകയാണ്. ഇസ്രായേൽ അണുബോംബ് ഉപയോഗിച്ചേക്കുമോ ഇറാനെതിരെ? ഇറാൻ അണുബോംബ് ഇസ്രായേലിനെതിരെ ഉപയോഗിച്ചേക്കുമോ? അങ്ങനെ ഉപയോഗിച്ചാൽ രണ്ട് ശക്തികളായിട്ട് മാറി നിൽക്കുന്ന വലിയ രണ്ട് ശക്തികളുണ്ട്. അത് ഒന്ന് റഷ്യയും അതിൻ്റെ സഖ്യരാഷ്ട്രങ്ങളും, മറ്റൊന്ന് അമേരിക്കയും അതിൻ്റെ സഖ്യരാഷ്ട്രങ്ങളും. അങ്ങനെ ഈ ശക്തികൾ മൂന്നാം ലോക മഹായുദ്ധത്തിനായിട്ട് ഒരുങ്ങി ചേർന്ന് വന്ന് അടിപൊട്ടിയാൽ ലോകത്ത് സംഭവിക്കുന്നത് മൂന്നാം ലോക മഹായുദ്ധമാണെന്നും ആ യുദ്ധത്തിൻ്റെ അനന്തരഫലം നമ്മളൊക്കെ ചിന്തിക്കുകയോ മനസ്സിൽ കാണുകയോ ചെയ്യുന്നതിൻ്റെ അപ്പുറത്തേക്ക് കടന്നു പോകുമെന്നും ലോകത്തുള്ള എല്ലാവർക്കും അറിയാം. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, നമുക്കറിയാം ഈ കാലഘട്ടങ്ങളെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ ദാനിയേൽ പ്രവാചകൻ എഴുതിയ ചില വചനങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറയുകയുണ്ടായി. അവിടെ നമ്മൾ കണ്ടുവച്ചത് ഇപ്രകാരമാണ്: അവൻ്റെ പുത്രന്മാർ യുദ്ധം ചെയ്യുകയും ഒരു മഹാസൈന്യത്തെ ശേഖരിക്കുകയും ചെയ്യും, അവർ ഇരച്ചു കയറും എന്നാണ്. അവർ രാജ്യങ്ങളുടെ മേൽ ഇരച്ചു കയറും. പ്രിയ സഹോദരങ്ങളെ, നമുക്കറിയാം ഇപ്പോൾ ഇറാൻ്റെ പക്ഷത്തുള്ള പട്ടാള വ്യൂഹം, യമൻ്റെ പക്ഷത്തെ പട്ടാള വ്യൂഹം, ലെബനോൻ്റെ പക്ഷത്തുള്ളത്, അങ്ങനെ ഇസ്രായേലിന് എതിരെ നിൽക്കുന്ന പട്ടാള വ്യൂഹങ്ങൾ ഇരച്ചു കയറാൻ തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ കർത്താവ് പറയുകയാണ്, ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഒരു മഹാസൈന്യവും വിപുലമായ ആയുധശേഖരമായി അവൻ വരും. ദാനിയേൽ പ്രവചനം 11-ാം അധ്യായം അതിൻ്റെ 13-ാം തിരുവചനം കർത്താവ് നമ്മളെടുത്തു വെച്ച് വായിക്കുമ്പോഴാണ് ഇതിൻ്റെ ഭീകരത. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് 3000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെടുമ്പോൾ ഉണ്ടായിരുന്ന ആ സാഹചര്യത്തിൽ ഇതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയില്ലായിരുന്നു. എന്നാൽ 2024 നിന്നുകൊണ്ട് പുറകോട്ടുള്ള വചനങ്ങളെ നോക്കിക്കൊണ്ട് ഇപ്പോൾ ഈ വചനം എവിടെ ഏത് കാലഘട്ടത്തിൽ എത്തിയിരിക്കുന്നത് മനസ്സിലാക്കുമ്പോഴാണ് ഇതിൻ്റെ ഭീകരതയും ഭയാനകതയും പ്രശ്നങ്ങളെക്കുറിച്ചും നമുക്ക് മനസ്സിലാവുന്നത്. നമുക്കറിയാം ബെൽത്തേഷാസർ, അതായത് ദാനിയേൽ പ്രവചനം 10-ാം അധ്യായം അറിയാം. പേർഷ്യ രാജാവായ സൈറസിൻ്റെ 3-ാം ഭരണവർഷം ബെൽത്തേഷാസർ എന്ന് വിളിക്കുന്ന ദാനിയേൽ ഒരു വെളിപ്പാടുണ്ടായി. അത് സത്യവും വലിയ യുദ്ധത്തെക്കുറിച്ചുള്ളതുമായിരുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ വേദന ഓർത്ത് ദാനിയേൽ 21 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചെന്നവർ അദ്ദേഹം ബോധരഹിതനായി നിലംപതിച്ചു എന്ന് വിശുദ്ധഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട്. അത്രമാത്രം ദർശനമാണ് ദാനിയേലിന് കിട്ടിയത്. പ്രിയ സഹോദരങ്ങളെ, നമുക്കിന്ന് ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു ബോധരഹിതവും തോന്നുന്നില്ല. കാരണം നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് ഗാസയിലെ സംഭവം ഇസ്രായേലിന് അപ്പുറത്ത് ഗാസയിലല്ലേ. പിന്നെ നമുക്കെന്ത് പ്രശ്നം? ഇറാൻ എന്ന് പറയുന്നത് എത്രയോ കിലോമീറ്റർ ദൂരെ കിടക്കുന്നതാണ്. അത് കേരളത്തെ, ഇന്ത്യയെ എങ്ങനെ ബാധിക്കും?
നമുക്കിതൊന്നും ബാധകമേ അല്ല, നമുക്കിതൊന്നും പ്രശ്നമേ അല്ല. ഈ രീതിയിലുള്ള കാഴ്ചപ്പാടിലാണ് നമ്മുടെ മനസ്സും ശരീരവും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. കാരണം അതിൻ്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മക്കളുടെ മക്കളോ ബന്ധത്തിലോ സ്വന്തത്തിലോ പെട്ടവരോ ഭാര്യ ഭർത്താവോ വിദേശ രാജ്യങ്ങളിലുണ്ട്. അവിടുന്ന് പണം അക്കൗണ്ടിലേക്ക് വരുന്നു, അതെടുത്ത് നമ്മൾ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുന്നു, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്നു, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നു, ഇഷ്ടമുള്ള വാഹനത്തിൽ സഞ്ചരിക്കുന്നു, ഇഷ്ടമുള്ളപ്പോൾ പുറത്തേക്ക് പോകുന്നു, ഇഷ്ടമുള്ളപ്പോൾ അകത്തേക്ക് വരുന്നു, ഇഷ്ടമുള്ളപ്പോൾ ടൂർ പോകുന്നു. ഇങ്ങനെ ജീവിതം അതിൻ്റെ അടിച്ച് പൊളയ്ക്കുന്ന വലിയ ആനന്ദത്തിൽ കൂടെ മനുഷ്യൻ കടന്നു പോകുമ്പോൾ യുദ്ധം അതിൻ്റെ പടിവാതിൽക്കൽ എത്തുന്നതിനെപ്പറ്റി നമുക്കൊരു ചിന്തയോ ബോധ്യമോ ഇല്ലാതെ വരികയാണ്. പ്രിയപ്പെട്ടവരെ, ആഗോള യുദ്ധം അതിൻ്റെ തുടക്കം വരുന്നത് 2027 പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കെതിരെ ചൈന അപ്പുറത്ത് കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കോപ്പ് കൂട്ടിക്കൊണ്ട് വരുമ്പോൾ ഇവിടെ നമുക്കറിയാം, രണ്ട് സൈഡിലും രണ്ട് ശക്തികളായിട്ടാണ് വരിക. അപ്പോൾ കർത്താവ് പറഞ്ഞ ഒരു നിഗൂഢ അർത്ഥത്തെ നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോഴാണ് ഇത് ഏത് രീതിയിലാണ് ഇതിൻ്റെ സംഭവം നടക്കുന്നത് മനസ്സിലാകുന്നത്. നമുക്കറിയാം, ഒരിക്കലും ഒരു രാഷ്ട്രത്തിന് മറ്റൊരു രാഷ്ട്രത്തിൽ കുതിര കയറി ആ രാഷ്ട്രത്തെ നശിപ്പിക്കുവാനോ അവിടുത്തെ ജനങ്ങളെ, അവിടുത്തെ സിറ്റിസൺ, അവിടുത്തെ പൗരന്മാരെ കൊല്ലുവാനോ ധൈര്യമോ ശക്തിയോ ഇല്ല. നമുക്കത് മനസ്സിലാക്കണം. ഇപ്പോൾ എന്തുകൊണ്ട് ചൈന ഇന്ത്യയിലേക്ക് പറന്ന് കയറി ഇങ്ങനെ വന്ന് ഇന്ത്യക്കാരെ പിടിച്ച് ബലമായിട്ട് കൊണ്ടുപോയി വെട്ടുകയോ കുത്തുകയോ വെടിവെച്ച് കൊല്ലുകയോ ചെയ്യുന്നില്ല? അല്ലെങ്കിൽ ഇന്ത്യക്കാരെ ചൈനയിലോട്ട് കയറുന്നില്ല, അല്ല പാകിസ്ഥാനോട് ഇങ്ങോട്ട് കയറുന്നില്ല? ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള യുദ്ധം അവർ ചെയ്യുമ്പോൾ, ഒന്നും രണ്ടും പേരെയൊക്കെ കൊന്നുകൊണ്ടിരിക്കുമ്പോഴും ഒരു ഇരച്ച് കയറി ആയിരങ്ങളെ പിടിച്ചുകൊണ്ടു പോവുകയോ ബലാത്സംഗം ചെയ്യുന്ന ഒരു പൗരൻ്റെ നേരെ മറ്റൊരു രാഷ്ട്രം അതിക്രമിച്ച് കയറുന്ന സംഭവം വളരെ ഭയത്തോടും ശ്രദ്ധയോടും കൂടിയാണ് ഓരോ രാഷ്ട്രങ്ങളും ചെയ്യുന്നത്. എന്നാൽ ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിനെതിരെ നമ്മൾ കണ്ടതാണ്, കഴിഞ്ഞ ഒക്ടോബറിൽ 7-ാം തീയതി കണ്ടതെന്താണ്? ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിലേക്ക് ശക്തമായി അവരെ ഹമാസിനെ ആൾ ഇരച്ചു കയറുകയും ആയിരങ്ങളെ വെട്ടിവെച്ച് കൊല്ലുകയും പിന്നെയുള്ളവരെ പിടിച്ചുകൊണ്ടു ചെന്ന നിഷ്കരണം ചെയ്ത പ്രവൃത്തി നമ്മൾ കാണാം, ലോകം കണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ദുഷ്ടത ചെയ്യുവാൻ അവരെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്, അതിൻ്റെ പിന്നിലത്തെ അവസ്ഥ എന്താണ്, ഇതിൻ്റെ പിന്നാമ്പുറങ്ങളിലെ സംഭവം എന്ന് മനസ്സിലാക്കുമ്പോൾ ദാനിയേൽ പ്രവചന പുസ്തകത്തിൽ തന്നെ 11-ാം അധ്യായം അതിൻ്റെ 7-ാം തിരുവചനത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിഗൂഢമായിട്ടൊരു സംഭവം എഴുതി വെച്ചിട്ടുണ്ട്. അതിപ്രകാരമാണ്, ആ കാലങ്ങളിൽ അവൻ്റെ സ്ഥാനത്ത് അവളുടെ വേരുകളിൽ നിന്ന് ഒരു മുള ഉയർന്നു വരും. ദാനിയേൽ പ്രവചനം 11-ാം അധ്യായം 7-ാം തിരുവചനം. പ്രിയപ്പെട്ടവരെ, ആ കാലങ്ങളിൽ അവൻ്റെ സ്ഥാനത്ത് അവളുടെ വേരുകളിൽ നിന്ന് ഒരു മുള ഉയർന്നു വരും. എന്താണ് ഈ മുള? എന്താണ് മുളച്ചു വരുന്നത്? മുളയെന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, അത് വിത്തിനെ ആസ്പദമാക്കിയാണ്. വിത്ത് മണ്ണിനടിയിൽ കിടക്കുമ്പോഴാണ് അത് മുളയ്ക്കുന്നത്. അപ്പോൾ വിത്ത് ആരാണ്, എന്താണ്? അതാണ് ഏത് മുളയാണ്, ഏത് വിത്താണ് മണ്ണിനടിയിൽ കിടന്നത്, ഏതാണ് മുളച്ചത് എന്ന്, അത് ഏത് ശക്തിയാണ്, അത് ഏത് ആത്മാവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ അതിൻ്റെ ഭയാനകത അല്ലെങ്കിൽ അതിൻ്റെ സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ആ മുള ഏതാണ് എന്ന് നമ്മൾ അറിയണമെങ്കിൽ നമുക്ക് സ്വാഭാവികമായി മനസ്സിലാക്കാവുന്ന ഒരു സത്യം, അത് ദാനിയേൽ പ്രവചനം 11-ാം അധ്യായത്തിൽ ഈജിപ്തും സിറിയയും എന്നാണ് വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ഈജിപ്ത് എന്ന രാഷ്ട്രത്തിൽ ഉള്ള ഒരു വലിയ സംഭവം എന്ന് പറയുന്നത്, നമുക്കറിയാം, ഈജിപ്തിൻ്റെ ഉള്ളിൽ ഉള്ള പിരമിഡുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ പിരമിഡുകൾക്കുള്ളിൽ വലിയ രാജാക്കന്മാരുടെ ശവശരീരങ്ങൾ അടക്കം ചെയ്യുകയും യുഗാന്തരങ്ങളാണ് 3000-2000 വർഷങ്ങൾക്ക് മുമ്പ് ഒക്കെ അടക്കിയ മൃതശരീരങ്ങൾ ഇന്നും കേടുകൂടാതിരിക്കുന്നുണ്ടെന്നും, അത് കേടുണ്ടെങ്കിൽ പോലും, ചെറിയ കേടുണ്ടെങ്കിൽ പോലും അതിനെ പൊതിഞ്ഞ് സംരക്ഷിക്കാൻ പിരമിഡുകളുണ്ടെന്നും, അതിൻ്റെ ഉള്ളിൽ ആ അടക്കം ചെയ്യപ്പെട്ട മൃതശരീരം ഇന്നും ഉണ്ട് എന്നൊക്കെ ജനങ്ങൾക്കറിയാം. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, നമുക്കറിയാം, ഈ ഫറവോ എന്ന് പറയുന്ന ഒരു വലിയ രാജാവ് ഉണ്ടായിരുന്നു പഴയ കാലത്ത്. അത് ഈജിപ്തിലായിരുന്നു. ഈജിപ്തിലുണ്ടായിരുന്ന ഫറവോയുടെ രാജാവിനെ അടക്കം ചെയ്ത പിരമിഡുകൾ ഇന്നും ഈജിപ്തിലുണ്ട്. അല്ലെങ്കിൽ ആ പിരമിഡുകൾക്കുള്ളിലാണ് ഈ രാജാക്കന്മാരെ അടക്കം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ മുള എന്ന് പറയുന്നത് ശരിയായ രീതിയിൽ പറയുമ്പോൾ അത് ഫറവോ എന്ന രാജാവിൻ്റെ ആത്മാവാണ്. ഫറവോ എന്ന രാജാവ് ഈ ഫറവോ എന്ന രാജാവ് ആരായിരുന്നു എന്ന് നമ്മൾ അറിയണമെങ്കിൽ അത് നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് തിരിച്ചു പോകണം. അവിടെ ചെന്ന് നമ്മൾ ഇങ്ങനെ വായിക്കണം. പ്രിയ സഹോദരങ്ങളെ, പുറപ്പാടിൻ്റെ പുസ്തകം 1-ാം അധ്യായം 11-ാം തിരുവചനം. അനന്തരം അവരെ കഠിനാധ്വാനം കൊണ്ട് ഞെരുക്കാൻ ക്രൂരന്മാരായ മേൽനോട്ടക്കാരെ നിയമിച്ചു. അതാണ് ആ വചനം. ഫറവോ എന്ന രാജാവ്
തൻ്റെ മേൽനോട്ടക്കാരോട് പറഞ്ഞു, ഇസ്രായേൽ ജനത്തെ ക്രൂരമായി പീഡിപ്പിച്ച് കഠിനമായി അധ്വാനിപ്പിക്കണം. അങ്ങനെ അധ്വാനിപ്പിച്ച് അവരുടെ ശരീരത്തിൻ്റെ മുഴുവൻ ആരോഗ്യവും ആയുസ്സും നമ്മുടെ രാജ്യത്തിലെ വികസന പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഫറവോ തൻ്റെ മേലാളന്മാർക്ക് ഉത്തരവ് കൊടുത്തപ്പോൾ അവർ ക്രൂരതയോടെ ഇസ്രായേൽ ജനത്തെ പീഡിപ്പിച്ച കഥ ഈ പുറപ്പാടിൻ്റെ പുസ്തകം 1-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ പറയുന്നു. അനന്തരം അവരെ കഠിനാധ്വാനം കൊണ്ട് ഞെരുക്കാൻ ക്രൂരന്മാരായ മേൽനോട്ടക്കാരെ നിയമിച്ചു. കുമ്മായും ഇഷ്ടിയും കൊണ്ടുള്ള പണികളും വയലിലെ വേലകളും കഠിനാധ്വാനം കൊണ്ട് അവരുടെ ജീവിതം ക്ലേശപൂർണമാക്കി മർദ്ദനത്തിൻ്റെ കീഴിൽ അടിമ വേല ചെയ്യാൻ ഇസ്രായേലിയർ നിർബന്ധിതരായി. പ്രിയപ്പെട്ടവർ, നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് എത്ര ക്രൂരതയോടെയാണ് അന്നത്തെ കാലം മുതൽ, പഴയ നിയമ കാലഘട്ടം മുതൽ ഇസ്രായേൽ ജനത്തെ അവർ പീഡിപ്പിച്ചതെന്നുള്ളത് വളരെ വ്യക്തമായി ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതിനുശേഷം ഇങ്ങോട്ട് വന്നാലും നമുക്ക് മനസ്സിലാക്കണം, അവരെ കൊണ്ട് കൂടുതൽ ജോലി ചെയ്യിക്കുക, അങ്ങനെ അവർ അധ്വാനിക്കുകയും വ്യാജ വാക്കുകൾ ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യട്ടെ. മേൽനോട്ടക്കാരും മേസ്ത്രികളും ചെന്ന് ജനത്തോട് പറഞ്ഞു, ഇനി നിങ്ങൾക്ക് വൈക്കോൽ തരികയില്ല എന്ന് ഫറവോ പറയുന്നു. നിങ്ങൾ തന്നെ പോയി കിട്ടാവുന്നിടത്തെല്ലാം കൊണ്ടുവരുവിൻ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഈ വൈക്കോൽ കിട്ടി ചെളിയോട് കൂട്ടിയാണ് ഇഷ്ടി ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ നേരത്തെ രാജാവ് വൈക്കോൽ കൊടുത്തുകൊണ്ടായിരുന്നു ഇഷ്ടി ഉണ്ടാക്കാൻ അവരെ പ്രേരിപ്പിച്ചെങ്കിൽ പിന്നീട് വൈക്കോൽ കൊടുക്കാതെ ഇഷ്ടി ഉണ്ടാക്കി. അപ്പോൾ വൈക്കോൽ കിട്ടാൻ വേണ്ടി ഇവർ ദൂരദേശങ്ങളിലേക്ക് തേടിപ്പോയി ഇത്ര ഇഷ്ടിക ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ അന്ന് ചമ്മട്ടി കൊണ്ടുള്ള പ്രഹരമാണ്. അത് ശരീരത്തിൽ നിന്ന് മാംസകഷ്ണങ്ങൾ വലിച്ചു പറിച്ച് എടുക്കുന്ന രീതിയിലുള്ള ക്രൂരമായ പീഡനമുറകൾ അന്ന് ഇസ്രായേൽക്കാർ അനുഭവിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ജീവിച്ചിരുന്ന ഒരു അടിമത്ത രാജ്യത്തു നിന്നും ഫറവോ എന്ന രാജാവിൽ നിന്നുമായിരുന്നു ഇസ്രായേലിയർ ഈജിപ്തിൻ്റെ അടിമത്തിൽ നിന്ന് മോചനം നേടി ഇന്നത്തെ കാണുന്ന ഇസ്രായേലായിട്ട് രൂപാന്തരപ്പെട്ടതെങ്കിൽ നമുക്കറിയാം, അന്ന് അങ്ങനെ ഇസ്രായേൽക്കാരെ അവിടെ നിന്ന് മോശ ഇടപെട്ട് കൂട്ടിക്കൊണ്ടുവരുന്നു. അങ്ങനെ കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ എന്തു സംഭവിച്ചു? ചെങ്കടലിൻ്റെ വാതിൽക്കലെത്തുകയും ചെങ്കടൽ നടുവേ പിളർന്നുകൊണ്ട് ഇസ്രായേൽ ജനത്തെ കരയ്ക്കെത്തിക്കുകയും തിരിച്ച് ഫറവോയുടെ ആളുകൾ കടലിൽ വന്നപ്പോൾ കടൽ വീണ്ടും യോജിക്കുകയും ചെയ്തപ്പോൾ ഫറവോയും ആളുകളും അതിൻ്റെ രാജാവിനും അതിൻ്റെ കൊട്ടാരത്തിലുള്ള ആളുകളും അടക്കം കടലിനടിയിൽ പോയതായിട്ടും ചരിത്ര ഗ്രന്ഥമായ വിശുദ്ധഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, അപ്പോൾ ഫറവോയുടെ ആത്മാവ് അല്ലെങ്കിൽ ഫറവോയുടെ മേലാളന്മാരും പട്ടാളക്കാരും എല്ലാം വെള്ളത്തിനടിയിൽ പോവുകയും അങ്ങനെ വീണ്ടും ഫറവോ ഒരുപക്ഷെ മരിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഫറവോ മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഈജിപ്തിൽ പിരമിഡുകൾ ഉണ്ടാക്കി അദ്ദേഹത്തെ അതിൽ സ്ഥാപിക്കുകയും ചെയ്തു. അങ്ങനെ വെള്ളത്തിനടിയിൽ പോയ അവരുടെ മകനും മകളും ഉള്ള പട്ടാളക്കാരുമായ ആളുകൾ എല്ലാം ദൈവമായിട്ട് കണ്ടിരുന്നത് ഫറവോ എന്ന രാജാവിനെയായിരുന്നു. ഈ ഫറവോ എന്ന രാജാവിൻ്റെ ആത്മാവ് പിന്നീട് കാലാകാലങ്ങളിലായിട്ട് നമുക്കറിയാം, മക്കബായുടെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ പിന്നീട് ഇസ്രായേൽക്കാരെ പീഡിപ്പിച്ചിരുന്ന കഥകളൊക്കെ വ്യക്തമായിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അവിടെ വരുമ്പോഴും അടുത്ത രാജാവ് വരുമ്പോഴും അടുത്ത തലമുറ വരുമ്പോഴും ഈ ഇസ്രായേൽക്കാരെ പീഡിപ്പിക്കുന്ന രീതിയിലുള്ള ആത്മീയ ശക്തിയായിട്ട്, പൈശാചിക ശക്തിയായിട്ട്, ദുരാത്മാക്കൾ നിറഞ്ഞ സമൂഹമായി, രാഷ്ട്രമായി വീണ്ടും ഇസ്രായേലിനെ പീഡിപ്പിക്കുന്ന അവസ്ഥ നമുക്കറിയാം. അവിടുന്ന് അതിൻ്റെ മറ്റൊരു പ്രശ്നമെന്ന് പറയുന്നത്, ഈ ഫറവോയുടെ അടിമത്തത്തിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ഫറവോയുടെ ജനങ്ങളിലുണ്ടായിരുന്ന അന്നത്തെ ഏറ്റവും പൈശാചികത്തിലുള്ള പാമ്പിൻ്റെ ആരാധനയായിരുന്നു. സർപ്പത്തെ ആരാധിക്കുന്ന വിവിധ രീതിയിൽ അവിടെ സ്ത്രീകളെ കൊല്ലുക, കുടുംബത്തെ കൊല്ലുക, പുരോഹിതന്മാരെ കൊല്ലുക, സ്വർഗ്ഗഭോഗത്തെ നിർത്തുക, അവർക്ക് മ്ലേച്ഛമായ ഏത് രീതിയിൽ ജീവിക്കാനുള്ള സംവിധാനം അങ്ങനെ ഒരുക്കി കൊണ്ടുവരുന്ന ഒരു പൈശാചിക ശക്തിയുടെ ഈ മുള ആ മുളയെയാണ് കർത്താവ് പറയുന്നത്. അതെപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? 2024 ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? നമുക്ക് മനസ്സിലാക്കണം, ആ കാലങ്ങളിൽ അതിൻ്റെ സ്ഥാനത്ത് അവളുടെ വേരുകളിൽ നിന്നൊരു മുള ഉയർന്നു വരും. ആ കാലങ്ങളിൽ 3000 വർഷങ്ങൾക്ക് മുമ്പ് ഇത് എഴുതുമ്പോൾ ആ കാലങ്ങളെന്ന് പറഞ്ഞത് ഇപ്പോൾ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ ഈ കാലങ്ങളിലായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് കർത്താവ് ഇത്തരം വചനങ്ങൾ നമുക്ക് കേൾക്കാനിട വരുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടം എന്ന് പറയുന്നതാണ് ആ കാലങ്ങൾ എന്ന് പറയുന്നതാണ് ഈ കാലങ്ങൾ. ഇപ്പോൾ ഇതൊരു മുള ഉയർന്നു വരും. അപ്പോൾ ഇപ്പോൾ ഇസ്രായേൽക്കാരെ തോൽപ്പിക്കുവാൻ പറ്റാത്ത വിധം ഇസ്രായേൽ എന്ന ശക്തിപ്പെട്ടു വന്നപ്പോൾ ഇസ്രായേൽക്കാരെ തോൽപ്പിക്കുവാൻ വേണ്ടി അതിനൊരു ശക്തമായ ഒരു ആത്മാവ് അവർക്ക് ആവശ്യമാണ് എന്ന് അവർക്ക് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇസ്രായേൽക്കാരും ഇത് മനസ്സിലാക്കുന്നുണ്ട്. ഇവരെ തോൽപ്പിക്കണമെങ്കിൽ, ഈ പൈശാചിക ശക്തിയുള്ളവരെ തോൽപ്പിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ നിറഞ്ഞാലേ, ഇസ്രായേലിൽ നിറഞ്ഞാലേ അവർക്ക് സാധിക്കുകയുള്ളൂ എന്ന് ഇസ്രായേൽക്കാരും മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഇസ്രായേൽക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ
ദൈവത്തിൻ്റെ ആത്മാവിനെയാണ് അവർ സ്നേഹിക്കുന്നത്. അപ്പോൾ അവിടെ കർത്താവ് എഴുതി വെച്ചിരിക്കുന്ന ഒരു വലിയ നിഗൂഢ രഹസ്യത്തെ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. എങ്കിലും നമുക്ക് ഇത് രണ്ടും മനസ്സിലാകുള്ളൂ പ്രിയപ്പെട്ടവരെ. അതായത് ഈ ഇസ്രായേൽക്കാരെ തോൽപ്പിക്കുവാൻ ഫറവോയുടെ ദുരാത്മാവിനെ ആവഹിച്ചെടുത്ത, അതിനെ പിന്തുടരുന്ന, അതിനെ ആരാധിക്കുന്ന ഒരു ഭീകര കാഴ്ചപ്പാടുള്ള സമൂഹത്തെ ഇന്ന് വളർത്തിക്കൊണ്ട് ആ ആത്മാവിനെ ആരാധിച്ച് അതിൻ്റെ ആത്മാവിനെ ആവഹിച്ചെടുക്കുന്ന സംവിധാനം ഇന്ന് രൂപം പ്രാപിക്കുകയും, അതാണ് ആ കാലങ്ങളിൽ ഒരു മുള ഉയർന്നു വരുമെന്ന് പറയുന്നത്. ആ മുളയാണ് എതിർക്രിസ്തു വരുന്നതിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കമാണ് ഇപ്പോൾ നടക്കുന്നത് പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഇതിൻ്റെ എതിർശക്തി ഈ മുളയിൽ നിന്ന് കിട്ടുന്ന, ഈ ദുരാത്മാവിൽ നിന്ന് കിട്ടുന്ന ശക്തി ആവഹിക്കപ്പെടുമ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ഇസ്രായേൽക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? അത് മനസ്സിലാക്കണമെന്ന് നമ്മൾ വായിക്കേണ്ടത് യെശയ്യാപ്രവാചകന്റെ പുസ്തകം, അതിൻ്റെ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 13-ാം തിരുവചനം വായിക്കണം പ്രിയപ്പെട്ടവരെ. കർത്താവ് അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്. എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? കർത്താവ് ജനത്തെ വിദൂരത്തേക്ക് ഓടിക്കുകയും ദേശത്തിൻ്റെ മധ്യത്തിൽ നിർജ്ജന പ്രദേശങ്ങൾ ധാരാളമാവുകയും ചെയ്യുന്നതുവരെ അതിലൊരു ദശാംശമെങ്കിലും അവശേഷിച്ചാൽ അവ വീണ്ടും അഗ്നിക്കിരയാകും. ടർപ്പൻറ്റൈൻ വൃക്ഷമോ കരുവേലകമോ വെട്ടിയാൽ അതിൻ്റെ കുറ്റി നിലനിൽക്കുന്നത് പോലെ അത് അവശേഷിക്കും. ഈ കുറ്റി ഒരു വിശുദ്ധ ബീജമായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമുക്ക് മനസ്സിലാക്കാവുന്ന എന്താണ്? ഒരു വിശുദ്ധ ബീജം, വിശുദ്ധ ബീജമായിട്ട് ഇസ്രായേൽ ജനം നിലനിൽക്കുന്നു. ആ ഒരു മുളയായിട്ട് എന്തു വരുന്നു? ഈ ഈജിപ്തിൻ്റെ ഫറവോയുടെ ആത്മാവിനെ ഉൾക്കൊണ്ട ഇന്നത്തെ ഇസ്രായേലിനെതിരെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ ശക്തികൾ, അല്ലെങ്കിൽ ഇന്നത്തെ ഇറാൻ പോലുള്ള രാഷ്ട്രങ്ങൾ വരുന്നു. ഒന്ന് മുളയും ഒന്ന് വിശുദ്ധ ബീജവും. മുള എന്ന് പറയുന്നത് ഭൂമിക്കടിയിലേക്ക് കടന്നുപോയ ആ ദുരാത്മാവ് മുളച്ചു പൊന്തി ആവസിച്ചെടുക്കുന്ന, ആ ആത്മാവ് ആവഹിക്കപ്പെട്ട രാഷ്ട്രങ്ങൾ, ഭരണകൂടങ്ങൾ, ഇറാനും അതോട് ചേർന്ന് വരുന്ന എല്ലാ രാഷ്ട്രങ്ങളും. അപ്പോൾ ഇസ്രായേലികൾ മനസ്സിലാക്കുന്നു, ഒരു വിശുദ്ധ ബീജത്തെ നമുക്ക് കിട്ടിയാലും ശരിയുള്ളൂ. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, 1948 2000 വർഷങ്ങൾക്ക് ശേഷം ഇസ്രായേൽ എന്ന രാഷ്ട്രം വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടുന്നത്. അപ്പോൾ അതിനു മുമ്പ് വെട്ടിക്കളഞ്ഞ 2000 വർഷങ്ങൾ AD 80 ജെറുസലേം ദേവാലയം അടിച്ചു തകർത്തുകൊണ്ട് ഇസ്രായേൽ എന്ന ജനങ്ങളെ, ലക്ഷക്കണക്കിന് പേരെ കൊന്നുകൊണ്ട് ആ രാജ്യമാകുന്ന വൃക്ഷത്തെ വെട്ടിക്കളഞ്ഞപ്പോൾ അവിടെ കർത്താവ് അവശേഷിപ്പിച്ചത് എന്തായിരുന്നു? അവിടെ നിന്ന് കടന്നുപോയ യഹൂദ ജനങ്ങൾ വിവിധ ലോകത്തിൻ്റെ ഭാഗങ്ങളിൽ താമസിച്ചുകൊണ്ട് ആ കുറ്റി മുളച്ച് ഒരു വൃക്ഷമായിട്ട് വരുന്നത് പോലെ 2000 വർഷങ്ങൾക്ക് ശേഷം 1948 ഇസ്രായേൽ എന്ന ജനം വീണ്ടും പുനഃസ്ഥാപിക്കപ്പെട്ടുകൊണ്ട് മുളച്ച് പൊന്തിയ ഒരു മരമായി, വിശുദ്ധ ബീജമായി രൂപാന്തരപ്പെട്ടു വന്ന് വീണ്ടും ഇസ്രായേൽ എന്ന രാഷ്ട്രം ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ടു. അവിടെ വിശുദ്ധ ബീജമായിട്ട്, കർത്താവിൻ്റെ ബീജമായിട്ട് വരുന്നത് പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ പിതാവായ ദൈവത്തിൻ്റെ ആരാധനയായിരുന്നെങ്കിൽ, പിന്നീട് ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിൽ നിന്നും വിശുദ്ധ ബീജമായിട്ട് പുറത്തേക്ക് വന്നത് ലോകത്തിന് യേശു ക്രിസ്തുവായിരുന്നു. അതായത് പിതാവിൻ്റെ പുത്രനായിക്കൊണ്ട്, പിതാവിൻ്റെ സത്യമായിക്കൊണ്ട് യേശു ക്രിസ്തു എന്ന ബീജം ഈ ഭൂമിയിൽ ഇസ്രായേലിൽ നിന്ന് രൂപപ്പെട്ട് ഭൂമിക്ക് വേണ്ടുന്ന, ലോകത്തിന് മുഴുവൻ വേണ്ടുന്ന, അത് സഭയിലേക്ക് വരുമ്പോൾ സഭയുടെ ബീജമാരാണ്? യേശു ക്രിസ്തുവാണ്. സഭയ്ക്ക് ഇന്നത്തെ ബീജമാരാണ്? പരിശുദ്ധാത്മാവാണ്. അങ്ങനെ ഇസ്രായേൽ ജനത്തിന് പിതാവായ ദൈവത്തിൻ്റെ ബീജമായ ഇസ്രായേൽ ജനവും, ഇസ്രായേൽ ജനത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി മുളയായിട്ട് വരുന്ന ഫറവോയുടെ ദുരാത്മാവും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം ഇതാണ്: ഫറവോ എന്ന പിശാചിൻ്റെ, പൈശാചി ശക്തിയുടെ ദുഷ്ടാത്മാവിനെ ആവഹിക്കപ്പെട്ട രാഷ്ട്രവും ഒരു ശക്തിയും, പിതാവായ ദൈവത്തിൻ്റെ വിശുദ്ധ ബീജമായ ഇസ്രായേൽ ജനവും, ഇസ്രായേൽ ജനത്തിൻ്റെ ഇസ്രായേലിൽ നിന്ന് രൂപപ്പെട്ട വിശുദ്ധ ബീജം ജനിച്ച യേശു ക്രിസ്തു. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഗോഗ് മാഗോഗ് യുദ്ധം വരാനിരിക്കുന്ന കാലഘട്ടങ്ങളിൽ 2029 എതിർക്രിസ്തു അധികാരത്തിൽ വരികയും 2033 യുഗാന്ത്യത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാം, ഫറവോ എന്ന പൈശാചികശക്തിയും പിതാവായ ദൈവം അഥവാ യേശു ക്രിസ്തുവും തമ്മിലുള്ള 2 യുദ്ധമായിട്ട് വരും. അതാണ് ഗോഗ് മാഗോഗ് യുദ്ധം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെ മനസ്സിലാക്കണം, ഈ ദാനിയേൽ പ്രവചനത്തിൽ എഴുതി വെച്ചിരിക്കുന്ന നിഗൂഢ രഹസ്യങ്ങളെ നമുക്ക് ഇപ്രകാരം വെളിപ്പെടുത്തുമ്പോഴാണ് എത്രമാത്രം വലിയ യുദ്ധമാണ്, എത്രമാത്രം വലിയ പ്രശ്നങ്ങളാണ്, എത്രമാത്രം ഭീകരമാണ് ഈ സംഭവങ്ങൾ ലോകത്തിൽ വരാനിരിക്കുന്നതെന്ന് മനസ്സിലാക്കണമെങ്കിൽ. അപ്പോൾ പിശാചും ദൈവവും തമ്മിലുള്ള യുദ്ധമായിട്ട് മാറും ഇത് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ. അതിൻ്റെ തുടക്കമാണ് ഇപ്പോൾ കാണുന്ന ഇസ്രായേലിനെ ആക്രമിക്കണം, ഇസ്രായേലിനെ നശിപ്പിക്കണം, ഇസ്രായേൽ വേണ്ട ലോകത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഫറവോയുടെ ദുരാത്മാവിൻ്റെ ആവഹിക്കപ്പെട്ട രാഷ്ട്രങ്ങൾ വരുമ്പോൾ, ഈ ഫറവോ എന്ന അത് പൈശാചികശക്തിയാണെന്നും നീതിയും സത്യവും സ്നേഹവും സന്തോഷവും സമാധാനവും കുടുംബവും
ആരാധനയും യേശുവും ദൈവവും പിതാവും പുത്രനും എല്ലാം അടങ്ങുന്ന ആ മഹത്വത്തെ ഇന്ന് ലോകത്തിന് ഇസ്രായേൽ എന്ന ബീജം, ഇസ്രായേൽ എന്ന രാഷ്ട്രം, ഇസ്രായേൽ എന്ന മരത്തെ, ആ വൃക്ഷത്തെ ദൈവം കൊടുത്തുകൊണ്ട് കർത്താവ് പറയുകയാണ് ഇവിടെ എന്താണ്, കരുവേല മരകമോ ടർപ്പൻ്റെയും വൃക്ഷമോ വെട്ടിയാൽ അതിൻ്റെ കുറ്റിയിൽ നിന്ന് ശാഖകൾ കിളിർത്തു വരുന്നത് പോലെ ഇസ്രായേൽ എന്ന രാഷ്ട്രം കിളിർത്തു വരുമ്പോൾ ഈ ലോകത്തിനൊരു മുന്നറിയിപ്പാണ്. ഈ ലോകത്തിനറിയാം അത് പിതാവായ ദൈവത്തിൻ്റെ, സർവശക്തനായ ദൈവത്തിൻ്റെ രാഷ്ട്രമാണ് ഇസ്രായേൽ ജനം. അതിനെ തോൽപ്പിക്കാൻ സാധ്യമല്ല, അതിനെ പരാജയപ്പെടുത്താൻ സാധ്യമല്ല, അതിനെ നശിപ്പിക്കാൻ സാധ്യമല്ല എന്ന് ആർക്കറിയാം? ഈ പൈശാചി ശക്തിയുള്ളവർ. അവരുടെ പൈശാചി ശക്തിയുടെ എല്ലാ പ്രവൃത്തിയും അവരെടുത്തുപയോഗിക്കുകയാണ് ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ നിർവീര്യമാക്കാൻ, നശിപ്പിക്കാൻ. പക്ഷേ ഇസ്രായേൽ എന്ന രാഷ്ട്രം ഭൂമിയിൽ നിന്ന് ഇല്ലാണ്ടായാൽ പ്രിയപ്പെട്ടവരെ ഈ ലോകത്ത് സംഭവിക്കുന്ന എന്താണ്? അതാണ് ഞാൻ തുടക്കത്തെ പറഞ്ഞ് മഞ്ഞാങ്കലച്ചൻ പറഞ്ഞതുപോലെ ക്രിസ്ത്യാനികളുടെ മാംസം മാർക്കറ്റിൽ വിൽക്കാൻ കിട്ടുന്ന അവസ്ഥയിലേക്ക് ലോകം രൂപാന്തരപ്പെടും. അവർ ബലാത്സംഗം ചെയ്യുന്ന പറയുന്ന അവർക്കൊരു ഹോബി പോലെ വരും. കുഞ്ഞുങ്ങളെ കൊല്ലുക എന്ന് പറയുന്നവർക്ക് നിസ്സാരമായി തോന്നും. പഴയ നിയമഗ്രന്ഥത്തിൽ മക്കമാരുടെ പുസ്തകത്തിലൊക്കെ പറയുന്നുണ്ട്, അമ്മമാരുടെ കഴുത്തിൽ കുഞ്ഞുങ്ങളെ കെട്ടിത്തൂക്കി കൊന്ന കഥ പറയുന്നുണ്ട്. പീഡനം അതുപോലെ എങ്ങനെ നശിപ്പിക്കാം, എങ്ങനെ അവരുടെ കാൽ കീഴിലാക്കി പഴയ ഫറവോ ഇസ്രായേൽ ജനത്തെ ഭരിച്ചതുപോലെ വീണ്ടും ഒരു ഭരണം ഭൂമിയിൽ പുനഃസ്ഥാപിക്കാൻ വേണ്ടി ഈ ഇസ്രായേലിനെ നശിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിച്ച രാഷ്ട്രങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ പരിണിതഫലം ലോകം അനുഭവിക്കുന്നത് യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. യേശുക്രിസ്തുവിന്റെ മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എത്ര ഭയാനകമാണ്. അന്ന് ജനങ്ങളിങ്ങനെ പറഞ്ഞു, അന്ന് മലകളോട് ഞങ്ങളെ മൂടുവിനെന്നും ഞങ്ങളെ രക്ഷിക്കുവിനെന്നും അവർ നിലവിളിച്ചു തുടങ്ങുമെന്ന് യേശുക്രിസ്തു അന്നത്തെ ഇസ്രായേൽ കന്യകളെ നോക്കി പറഞ്ഞിരുന്നത് വിശുദ്ധഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം വലിയ യുദ്ധങ്ങൾ ഈ കാലഘട്ടത്തിൽ ആരംഭിക്കാൻ പോവുകയാണ്. അത് യെസെക്കേൽ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്കറിയാം അത് എത്രമാത്രം വ്യക്തമായിട്ടാണ് സർവശക്തനായ ദൈവം എഴുതി വച്ചിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൂടെ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ വളരെ വ്യക്തമായി യുദ്ധം എവിടം വരെ എത്തിയെന്ന് മനസ്സിലാകുന്നത്. അത് യെസെക്കേൽ പ്രവചനം 39 അധ്യായം അതിൻ്റെ 9 തിരുവചനത്തിൽ വലിയൊരു സംഭവം എഴുതി വെച്ചിട്ടുണ്ട്. അതിപ്പോഴാണ് അത് സംഭവിക്കുക തന്നെ ചെയ്യും. ആ ദിനത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ നഗരങ്ങളിൽ വസിക്കുന്നവർ പുറത്തു വന്ന് പരിച, കവചം, വില്ല്, അമ്പ്, ഗദ, കുന്തം എന്നീ ആയുധങ്ങൾ കൊണ്ട് 7 വർഷത്തേക്ക് യുദ്ധം ചെയ്യും. 7 വർഷത്തിൽ തീ കത്തിക്കുമെന്നാണ് വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ട അതിനു മുമ്പ് പറയാണ് അത് ഏതെല്ലാം രീതിയിലാണ് വരുന്നത് കൂടി കർത്താവ് പറയുന്നു. അത് യെസെക്കേൽ പ്രവചനം 38 അധ്യായം അതിൻ്റെ 20 തിരുവചനത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 19 തിരുവചനത്തിൽ കർത്താവ് ഇങ്ങനെ പറയുന്നു, എൻ്റെ മുഖം ക്രോധത്താൽ ജ്വലിക്കും, എൻ്റെ അസൂയയിലും ജ്വലിക്കുന്ന ക്രോധത്തിലും ഞാൻ പ്രഖ്യാപിക്കുന്നു, ആ നാളിൽ ഇസ്രായേലിൽ ഒരു മഹാപ്രകമ്പനമുണ്ടാകും. കടലിലെ മത്സ്യങ്ങളും ആ നാളിൽ, പ്രിയപ്പെട്ടവരെ 2027 ഈ ആഗോള യുദ്ധം തുടങ്ങുന്നത്. ആ നാളിൽ ഇസ്രായേലിൽ ഒരു മഹാപ്രകമ്പനമുണ്ടാകും എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയുള്ള എല്ലാ വ്യക്തികളും 5 വയസ്സോ 2 വയസ്സോ തോക്കെടുക്കാൻ പറ്റുന്ന എല്ലാ വ്യക്തികളും തോക്കെടുത്ത് പുറത്തിറങ്ങി ഈ പൈശാചി ശക്തികൾക്കെതിരെ പോരാടുമെന്ന് കർത്താവ് പറയുന്നു. അപ്പോൾ അവിടെ എന്താണ്? കടലിലെ മത്സ്യങ്ങളും. പ്രിയപ്പെട്ടവരെ, എന്തൊക്കെയാണ് കടലിലെ മത്സ്യങ്ങൾ എന്ന് പറയുന്നതാണ് ഇന്നത്തെ മുങ്ങിക്കപ്പലുകൾ. അതുകൂടാതെ മറ്റൊന്നുണ്ട്, ഡോൾഫിൻ മത്സ്യങ്ങളുടെ പുറത്ത് സെൻസറുകൾ വെച്ച് കെട്ടിക്കൊണ്ട് അതിൻ്റെ പുറത്ത് ആവശ്യമുള്ള ബോംബുകളും കെട്ടിവെച്ചുകൊണ്ട് മത്സ്യപ്പടയും ഓരോ രാഷ്ട്രങ്ങളും തയ്യാറാക്കി നിർത്തിയിരിക്കുന്നതായിട്ട് വാർത്തയിൽ നമ്മൾ കേൾക്കുന്നു. അപ്പോൾ കടലിലെ മത്സ്യങ്ങൾ എന്ന് പറയുന്ന മുങ്ങിക്കപ്പലുകൾ, ആകാശത്തിലെ പറവകൾ എന്ന് പറഞ്ഞാൽ പക്ഷിയെപ്പോലെ പറന്നു വരുന്ന ഹെലികോപ്റ്ററുകളും ആകാശത്തിലെ വിമാനങ്ങളും, വന്യമൃഗങ്ങൾ എന്ന് പറയുന്നതിനെയാണ് കാട്ടിൽ ഒളിച്ചിരുന്ന് ആക്രമിക്കുന്നതിനാണ് കടുവ, സിംഹം, ഇതൊക്കെ കാട്ടിൽ ഒളിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഭീകരവാദികൾ കാടുകളിൽ ഒളിച്ചിരുന്ന് ആക്രമിക്കുന്നു. ഇഴജന്തുക്കൾ, അതാണ് പട്ടാളക്കാർ നിലത്തുകൂടെ ഇഴഞ്ഞ് വന്നുകൊണ്ട് അവർ എതിർശക്തിയെ പരാജയപ്പെടുത്തുന്ന ആ സംഭവം, അതിന് ഇഴജന്തുക്കളും. ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരും എൻ്റെ മുമ്പിൽ വിറകൊള്ളും, പർവ്വതങ്ങൾ തകർന്നടിയും, ചെങ്കുത്തായ മലകൾ ഇടിഞ്ഞു വീഴും, എല്ലാ മതിലുകളും നിലംപൊത്തും. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഗോഗിനെതിരെ എല്ലാത്തരം ഭീകരതയും ഞാൻ വിളിച്ചു വരുത്തും. എല്ലാവരുടെയും വാൾ തങ്ങളുടെ സഹോദരനെതിരെ ഉയരും. പകർച്ചവ്യാധികളും രക്തച്ചൊരിച്ചിലും കൊണ്ട് അവനെ ഞാൻ വിധിക്കും. ഞാൻ അവൻ്റെയും അവൻ്റെ സൈന്യത്തിൻ്റെയും അവനോടൊപ്പമുള്ള ജനതകളുടെയും മേൽ പേമാരിയും കന്മഴയും തീയും ഗന്ധകവും വർഷിക്കും. പ്രിയപ്പെട്ടവരെ, ഇതിങ്ങ് തീയും വർഷവും ഗന്ധകവും എന്നൊക്കെ പറയുമ്പോൾ അന്നത്തെ കാലത്ത് 2000-3000 വർഷങ്ങൾക്ക് മുമ്പ് ഇതൊക്കെ എഴുതുമ്പോൾ തീയും ഗന്ധകവും എന്താണെന്ന് നമുക്കറിയത്തില്ല. എന്നാൽ ഇന്ന് തീയും ഗന്ധകവും, സൾഫർ ബോംബുകൾ
ഇസ്രായേൽ അത് ഉണ്ടാക്കിയെന്നും അത് ഉപയോഗിച്ചെന്നൊക്കെ പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അതിനകത്ത് സൾഫർ എന്ന് പറയുന്ന സാധനത്തിനകത്തേക്ക് തീ കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് കത്തുന്ന ഭാഗം ഉരുകിപ്പോവും. അത്ര 800-1000 ചൂടുകളാണ്. അങ്ങനെ എല്ലാ വിധത്തിലും ലോകം വിശുദ്ധ ഗ്രന്ഥത്തിൽ 2000 വർഷം 3000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട വചനത്തിലെ കണ്ടുപിടിക്കപ്പെട്ട യന്ത്രങ്ങൾ അതുപയോഗിച്ച് ലോക യുദ്ധത്തിന് വേണ്ടി തയ്യാറാവുമ്പോൾ, റെഡിയാവുമ്പോൾ പ്രിയപ്പെട്ടവരെ, 2 മുള, ഒന്ന് വിശുദ്ധ ബീജവും ഒന്ന് അവളുടെ വേരുകളിൽ നിന്ന് ഉയർന്നു വരുന്ന മുളയും. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ കുറച്ചുകൂടി മനസ്സിലാക്കാൻ കർത്താവ് എഴുതി വെച്ച ഒരു വചനം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് നമുക്ക് വെളിപാടിൻ്റെ പുസ്തകത്തിലേക്ക് വരണം. ഈ കടലിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗത്തെ ഞാൻ കണ്ടു. വെളിപാടിൻ്റെ പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 1-ാം തിരുവചനത്തിൽ കടലിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗത്തെ ഞാൻ കണ്ടു എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ വിശുദ്ധ യോഹന്നാൻ എഴുതി വെച്ചു. കടൽ എന്ന് പറയുന്നത് ഈ നമ്മുടെ സമുദ്രമല്ല പ്രിയപ്പെട്ടവരെ. ഇവിടെ കടൽ എന്ന് കർത്താവ് അർത്ഥമാക്കുന്നത് കടലിൽ നിന്ന് കയറി വരുന്ന മൃഗത്തെ ഞാൻ കണ്ടു എന്ന് പറയുന്നത് കടൽ നമ്മുടെ മെഡിറ്ററേനിയൻ കടലോ ഇന്ത്യൻ മഹാസമുദ്രമോ ഒന്നുമല്ല. കർത്താവ് അർത്ഥമാക്കുന്നത് ജനസമുദ്രം, ജനകോടികൾ, ജനങ്ങളുടെ ഇടയിൽ നിന്ന് കയറി വരുന്ന, ജനങ്ങൾ അംഗീകാരം കൊടുക്കുന്ന ഒരു മൃഗത്തെ ഞാൻ കണ്ടു. അതിന് 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രത്നങ്ങളും, തലകളിൽ ദൈവദൂഷണമായ ഒരു നാമമുണ്ടായിരുന്നു. അതവിടെ നിൽക്കട്ടെ പ്രിയപ്പെട്ടവർ. അപ്പോൾ കടലിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗത്തെ കണ്ടു എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ അംഗീകാരമുള്ള, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട് ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു മൃഗസ്വഭാവമുള്ള ക്രൂരനായ ഒരു ഭരണാധികാരി ഇനി ഭൂമിയിലേക്ക് വരും. അത് നമ്മുടെ അടുത്തെത്തി. അതുകൊണ്ടാണ് 13-ാം അധ്യായത്തിൽ വെളിപാടിൻ്റെ പുസ്തകം 13-ാം അധ്യായത്തിൽ പറയുന്നത്. എന്നാൽ അവിടെ തന്നെ അതേ അധ്യായത്തിൽ തന്നെ 7-ാം തിരുവചനത്തിലെ 11-ാം തിരുവചനം, വെളിപാട് 13-11-ാം തിരുവചനം വരുമ്പോൾ ഭൂമിക്കടിയിൽ നിന്ന് കയറി വരുന്ന വേറൊരു മൃഗത്തെ ഞാൻ കണ്ടു എന്ന് കർത്താവ് പറയുന്നു. അതിന് കുഞ്ഞാടിൻ്റേതുപോലുള്ള 2 കൊമ്പുകളുണ്ടായിരുന്നു. അത് സർപ്പത്തെ പോലെ സംസാരിച്ചു. പ്രിയപ്പെട്ടവരെ, അതാണ് ഫറവോയുടെ ദുരാത്മാവ്. അത് ഭൂമിക്കടിയിൽ നിന്നാണ് കയറി വരുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ കണ്ടത് എന്താണ്? ആ കാലയളവിൽ അവളുടെ വേരുകളിൽ നിന്നൊരു മുള ഉയർന്നു വരുമെന്ന് പറഞ്ഞെങ്കിൽ ആ മുള ഉയർന്നു വരുന്നത് ഭൂമിക്കടിയിൽ നിന്നാണ്. അതാണ് 13-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ പറഞ്ഞത്. ഭൂമിക്കടിയിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗത്തെ ഞാൻ കണ്ടു എന്ന് പറയുമ്പോൾ എന്താണ്? ഭൂമിക്കടിയിൽ നിന്ന് കയറി വരുന്ന ഈ ഫറവോയുടെ ദുരാത്മാവുള്ള ഭരണകൂടങ്ങൾ അത് ഭൂമിയിലേക്ക് കയറി വരും. അങ്ങനെ കയറി വന്നുകൊണ്ട് ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിനെതിരെ അവർ ശക്തമായ യുദ്ധം കാഹളവും ധ്വനിയുമായിട്ട് മുന്നോട്ട് പോകുന്ന കാലഘട്ടത്തിലേക്ക് പോവുകയാണ് പ്രിയപ്പെട്ടവരെ. ഇതെല്ലാം വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന നിഗൂഢ രഹസ്യങ്ങളെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇതെത്ര പദ്ധതിയോടെയാണ്, എത്ര ശക്തമായിട്ടാണ് കർത്താവ് എഴുതി വെച്ചതെന്നും അതെല്ലാം സംഭവിക്കുന്ന കാലഘട്ടത്തിലേക്ക് എത്തപ്പെട്ട യുഗത്തിലാണ്, ആ കാലഘട്ടങ്ങളിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ചെയ്യാൻ പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഭൂമിക്കടിയിൽ നിന്ന് കയറി വരുന്ന മൃഗത്തിൻ്റെ ആത്മാവുള്ള, ഫറവോയുടെ ദുരാത്മാവുള്ള ആ രാഷ്ട്രവും കടലിൽ നിന്ന് കയറി വരുന്ന മൃഗത്തെ, ഈ ജനങ്ങളെ, ഈ ലോകത്തുള്ള എല്ലാ കത്തോലിക്ക സഭയോട് ചേർന്ന് നിൽക്കുകയോ ചെയ്യാതെ ഉള്ള, സഭയ്ക്ക് പുറത്തുള്ള രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ജനങ്ങളുടെ അംഗീകാരത്തോടുകൂടി വരുന്നൊരു ഭരണാധികാരി, അതാണ് എതിർക്രിസ്തു എന്ന് പറയുക. അത് ആ എതിർക്രിസ്തുവിനെ നയിക്കുവാനുള്ള ആത്മാവിൻ്റെ ശക്തി ഈ ഫറവോയുടെ ദുരാത്മാവുമാണ്. അങ്ങനെ അത് ഭരണത്തിൽ അധികാരത്തിൽ വരുമ്പോൾ അതാണ് എതിർക്രിസ്തുവിൻ്റെ ഭരണം, മഹാപീഡന കാലമെന്ന് 2029 സംഭവിക്കുന്ന വലിയ ദുരന്തം. അതാണ് യുഗാന്ത്യത്തിലേക്ക് പോകുന്നത്. ആ സംഭവമാണ് യുഗാന്ത്യത്തിലേക്ക് പോകുന്നത്. യുഗാന്ത്യം എന്ന് പറഞ്ഞാൽ 2033. അപ്പോൾ 2033 സംഭവിക്കേണ്ട ഈ ഭീകര സംഭവങ്ങളെ കർത്താവ് തൻ്റെ വചനത്തിൽ കൂടി എഴുതി വെച്ചിരിക്കുന്നത് അതേ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പോകുമ്പോൾ ഇതിൻ്റെ ഭയാനകത നമ്മുടെ മനസ്സിൽ കാണുന്നതിൽ അപ്പുറമാണ് പ്രിയപ്പെട്ടവരെ. പക്ഷേ ഇവിടെയാണ് നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഏറ്റവും ശക്തമായ ചില വചനങ്ങളെ നമ്മൾ മനസ്സിലാക്കി. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 57-ാം അധ്യായം അതിൻ്റെ തിരുവചനത്തിൽ കർത്താവ് പറഞ്ഞൊരു വചനമുണ്ട്. ഏതാണെന്ന് ചോദിച്ചാൽ, നീതിമാൻ വിനാശത്തിന് എടുക്കപ്പെടും, അവൻ സന്മാർഗനിരതനായി തൻ്റെ കിടക്കയിൽ വിശ്രമമരണം. അതാണ് നീതി പ്രവർത്തിക്കുക, നീതിയിലായിരിക്കുക. വിധി നമ്മുടെ നേരെ വരുമ്പോൾ നമ്മൾ വിധിയിൽ വീഴാതെ നീതിയുള്ളവനാണെന്ന് കണ്ടാൽ കർത്താവ് അവിടെ നമ്മളെ സംരക്ഷിക്കും. അത് വെളിപാട് 3:10 വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്: സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിലുണ്ടായിരിക്കുന്ന കഷ്ടങ്ങളുടെ സമയത്ത് നിന്നെ ഞാൻ സംരക്ഷിക്കും. നിന്നെ എന്ന് പറയുന്നിടത്ത് പ്രിയപ്പെട്ടവരെ നമ്മുടെ പേര് വെച്ച് പറഞ്ഞോണം. ജോസ്, ടോമി, തങ്കച്ച,
ജിൻസെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഓരോ പേര് പറഞ്ഞുകൊണ്ട് പറയണം. ആ ഓരോന്നും കർത്താവ് വ്യക്തിപരമായിട്ടാണ് പറയുന്നത്. നിങ്ങളെ എന്ന് പറഞ്ഞിട്ടില്ല, നിന്നെ എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ പറഞ്ഞ അന്ന് രാത്രി ഒരു കട്ടിലിൽ 2 പേരുണ്ടായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ അവശേഷിക്കും. അവശേഷിക്കുന്ന ആൾ എങ്ങോട്ട് പോകും? അത് ശവമാണ്. ശവം എവിടെ? അവിടെ കഴുമറന്നോടും. അവിടെ ഈ ഫറവോയുടെ ദുരാത്മാവ് ഉണ്ടാവുകയും അത് വലിയ പീഡനങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. അപ്പോൾ അവിടെ എടുക്കപ്പെടണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇവിടുന്ന് എടുത്ത് നമ്മൾ കൊണ്ടുപോകണമെങ്കിൽ എന്ത് ചെയ്യണം? സകല ഭൂവാസികളെയും പരിശോധിക്കാനേ ലോകത്തുകൊണ്ടായിരിക്കുന്ന കഷ്ടങ്ങളുടെ സമയത്ത് നിന്നെ ഞാൻ സംരക്ഷിക്കുന്ന കർത്താവ് പറയുന്നുണ്ടെങ്കിൽ അവിടെ ഒരു കണ്ടീഷനൂടെ കർത്താവ് വയ്ക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, വെറുതെ നമ്മളെ കർത്താവ് കൂട്ടിക്കൊണ്ട് പോകുന്ന ആരും വിചാരിക്കരുത്. ഇന്ന് കാണുന്ന പോലെ രാവിലെ പോയി ഒരു കുർബാന കണ്ടു പോന്നു, ബാക്കിയുള്ള സമയം ടെലിവിഷന് മുമ്പിൽ ഇരിക്കുന്നവർക്കുള്ളതല്ല. അത് മനസ്സിലാക്കണം. തോന്നുന്ന രീതിയിലുള്ള വസ്ത്രധാരണം ചെയ്തുകൊണ്ട് പൊട്ടുകുത്തി കണ്ണെഴുതി പൗഡറിട്ട് പാദസരം കിൽക്കി നമ്മൾ ചുരിദാറുമിട്ട് ഇറിയ വസ്ത്രം ധരിച്ച് ദേവാലയത്തിൽ പോയി ചുമ്മാ അലസമായി വന്നിരിക്കുന്നവർക്ക് നിത്യജീവനിലേക്ക് പോകാനുള്ളതല്ല. അത് വെളിപാട് ഗ്രന്ഥം 22-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. മുമ്പ് പറഞ്ഞ വചനങ്ങളാണ് ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. ആ രീതിയിലാണ് നമ്മൾ ഒരുങ്ങേണ്ടത്. അതിപ്രകാരം ജീവന്റെ പക്ഷത്തിൽ അവകാശം ലഭിക്കാനും കവാടങ്ങളുടെ നഗരത്തിലേക്ക് പ്രവേശിക്കാനും തങ്ങളുടെ അങ്കികൾ കഴുകി വിശുദ്ധീകരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അങ്കികൾ അവയവങ്ങൾ ഇന്ദ്രിയങ്ങൾ. പ്രിയപ്പെട്ടവരെ, അങ്കികൾ കഴി വിശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പശ്ചാത്തലം നമ്മുടെ കണ്ണുകൾ, കാതുകൾ, നമ്മുടെ അധരം, മനസ്സ്, ശരീരം, ആത്മാവ്, ഇത് മുഴുവനും ആധുനിക ലോകത്തുനിന്ന് പറിച്ചു മാറ്റി, അടർത്തി മാറ്റി, എടുത്തു മാറ്റി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിലേക്ക് വന്ന് മുട്ടയിൽ നിന്ന് കരങ്ങൾ വിരിച്ച് പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഏത് നിമിഷം ഈ ലോകത്തിലെ വിമാന സർവീസുകൾ അപ്രത്യക്ഷമാവും. ഏത് നിമിഷം ഈ ലോകത്തുനിന്ന് ഭക്ഷണം അപ്രത്യക്ഷമാവും. ഏത് നിമിഷം ഈ ലോകത്തുനിന്ന് പെട്രോൾ, ഡീസൽ അപ്രത്യക്ഷമാവും. കർത്താവിന് കൃത്യമായ കണക്കുകളും ദിവസങ്ങളും സമയങ്ങളും വെച്ചിട്ടുണ്ടെങ്കിലും അത് നമ്മുടെ അടുത്തേക്ക് എത്താറായി. പ്രിയ സഹോദരങ്ങളെ, 2027 ആഗോളയുദ്ധത്തിൻ്റെ തുടക്കമാണ്. അതോടനുബന്ധിച്ച് പിന്നീട് മഹാപീഡനങ്ങൾ വരികയാണ്. ഇവിടെ കർത്താവ് യേശു ക്രിസ്തു പറയുകയാണ്, യേശു പറയുന്ന പരിശുദ്ധാത്മാവിനെ അയച്ച് പറയുകയാണ് യോഹന്നാനിൽ കൂടെ 3:10 സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിലുണ്ടായിരിക്കുന്ന കഷ്ടങ്ങളുടെ സമയത്ത് നിന്നെ ഞാൻ സംരക്ഷിക്കും. അത് നിങ്ങളെ നാക്കി നമ്മൾ മാറ്റണം. പ്രിയപ്പെട്ടവരെ, നിന്നെ എന്ന് പറയുമ്പോൾ ഞാൻ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ. എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ കുടുംബക്കാർ, എൻ്റെ അയൽവക്കക്കാർ, എൻ്റെ ഇടവക, എൻ്റെ സഭ, എൻ്റെ കേരള സഭ, എൻ്റെ ഭാരതസഭ, എൻ്റെ ആഗോള സഭ, അതുപോലെ ഈ സഭയ്ക്ക് പുറത്ത്, കത്തോലിക്ക സഭയ്ക്ക് പുറത്ത് കർത്താവായ യേശു ക്രിസ്തുവിനെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഹൈന്ദവരുണ്ട്, നെഞ്ചോട് ചേർത്തുന്ന മുസ്ലിം സഹോദരന്മാരുണ്ട്. യേശു ക്രിസ്തുവാണ് ഏക സത്യദൈവമെന്ന് വിശ്വസിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ എല്ലാ വചനങ്ങളും പഠിക്കുകയും പ്രാർത്ഥിക്കുകയും വായിക്കുകയും ചെയ്ത് നെഞ്ചോട് ചേർത്ത് രഹസ്യമായി സൂക്ഷിച്ച് കർത്താവിനെ ആരാധിക്കുന്ന അനേകായിരങ്ങൾ ഈ ലോകത്ത്. പ്രിയപ്പെട്ടവരെ, അവരും കർത്താവിനെ ആരാധിക്കുന്ന സമയത്ത് യേശുവേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ, അണുബോംബുകൾ ഞങ്ങളുടെ അടുത്ത് വീഴുമ്പോൾ പൊട്ടാതെ സംരക്ഷിക്കുന്ന പറയുന്ന മാത്രയിൽ അവരെ സംരക്ഷിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ അത്ഭുതം ആ നിമിഷം ആ കണ്ണുകളിൽ അവർ കാണും. അവരെ കൂട്ടിക്കൊണ്ടുപോകാൻ കർത്താവ് വരും. അതുകൊണ്ട് അവർ നിന്നെ ഞാൻ സംരക്ഷിക്കുന്നു പറഞ്ഞെങ്കിൽ കർത്താവ് പറയാണ്, ഇത് ഒരുങ്ങി നിന്നോ, ഇതാ യേശുവിൻ്റെ വരവ് അടുത്തെത്തി. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് യേശു ക്രിസ്തു ഇത് നമ്മൾ യുദ്ധത്തെക്കുറിച്ച് പറയുകയായിരുന്നു. അടുത്ത ദിവസങ്ങളിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഭാഗം, പ്രിയപ്പെട്ടവരെ, ഈ യുദ്ധത്തിൻ്റെ അവസരങ്ങളിൽ സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ കർത്താവ് എഴുതി വെച്ചിരിക്കുന്ന നിഗൂഢ വചനങ്ങൾ നമ്മൾ കുറച്ചുകൂടെ പഠിച്ച് ധ്യാനിച്ച് അങ്ങോട്ട് പോകണം. ഇന്ന് ഇസ്രായേൽക്കാരെ യേശു ക്രിസ്തുവിനെ യേശുവായിട്ട് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു, അതാണ് വിശുദ്ധ ബീജം. യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇതൊരു വിശുദ്ധ ബീജമായിരിക്കും. ടർപ്പൻ്റെയും മരമോ കരുവേല മരമോ അത് വെട്ടിയാലും അത് നശിച്ചു പോകാതെ അവശേഷിക്കുന്നത് പോലെ ഇത് വിശുദ്ധ ബീജമായിരിക്കും. ആ വിശുദ്ധ ബീജം സർവശക്തനായ യേശു ക്രിസ്തുവാണ്. ലോകത്തിന് മുഴുവൻ വിശുദ്ധ ബീജമായിട്ട് നിൽക്കുന്നത് യേശു ക്രിസ്തുവാണ്. ലോകത്തിൻ്റെ മുഴുവൻ മുമ്പിലും വിശുദ്ധ ബീജത്തിൻ്റെ മരമായിട്ട് നിൽക്കുന്നത്, ആ വിശുദ്ധ ബീജത്തിന് പൊട്ടിപ്പുറപ്പെട്ട കായായിട്ട് ആ കാ ഉൽപ്പാദിപ്പിച്ച വൃക്ഷമായിട്ട് നിൽക്കുന്നത് ഇസ്രായേൽ എന്ന രാഷ്ട്രമാണ്. ഇസ്രായേൽ എന്ന രാഷ്ട്രം ഒറ്റ ഒരു രാഷ്ട്രത്തിൽ നിന്നാണ് സർവശക്തനായ യേശു ക്രിസ്തു വന്നത്. ഇത് കത്തോലിക്ക സഭ പോലും വന്നത്, യേശു ക്രിസ്തു വന്നുകൊണ്ടാണ് സഭ വന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ സർവശക്തനായ ദൈവം തോൽക്കാൻ വിട്ടുകൊടുക്കില്ല. പക്ഷേ അവിടെ നടക്കുന്ന കുറേ അനീതികൾ, കുറേ അശുദ്ധികൾ, കുറേ നിയമപ്രമാണ ലംഘനങ്ങൾ അത് കർത്താവ് പരിശോധിക്കും. അത് അഗ്നി അയച്ച് പരിശോധിക്കും. ഇത്തരം പീഡനങ്ങളുടെ കർത്താവ് അവരെ പുനർവിചിന്തനത്തിന് പാത്രമാക്കുകയും അവർ സർവശക്തനായ യേശു ക്രിസ്തു വിശ്വസിക്കുന്ന രംഗങ്ങൾ സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ആ ക്ലാസ്സിലേക്ക് പോയിക്കൊണ്ട് നമുക്കും ഇസ്രായേൽക്കാർ അവസാന നിമിഷം കർത്താവായ യേശു ക്രിസ്തുവെ എന്ന് വിളിച്ച് രക്ഷ പ്രാപിക്കുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെ വിളിക്കേണ്ടതുപോലെ വിളിക്കണം. പ്രിയപ്പെട്ടവരെ, വെറുതെ വള്ളിയിൽ പോയി നിന്നേച്ച് കയ്യും കാലും കെട്ടി കൈ അടിച്ച് നിന്നിട്ട് ഒരു കുർബാന കണ്ടു പോകുന്നു പറഞ്ഞ് പോകുന്നതല്ല.
അതൊക്കെ വെറും മനുഷ്യൻ്റെ കാപട്യം മാത്രമാണ്. എന്നാൽ അവിടെ സർവശക്തനായ യേശു ക്രിസ്തുവിനെ ഹൃദയപൂർവ്വം ആരാധിക്കുവാൻ, പരിശുദ്ധ കുമ്പസാരത്തിലൂടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പരിശുദ്ധി നേടി ഉപവസിച്ച് കുമ്പസാരിച്ച് പ്രാർത്ഥനാപൂർവ്വം പരിത്യാഗ പ്രവൃത്തി ചെയ്തുകൊണ്ട് വിശുദ്ധ ബലിയിൽ സജീവമായി പങ്കെടുക്കുമ്പോൾ നമ്മുടെ ആത്മാവിലേക്ക് കടന്നു വരുന്നതാണ് പരിശുദ്ധാത്മാവ്. അങ്ങനെയുള്ളവർക്കാണ് കർത്താവ് സംരക്ഷണം നൽകുന്നത്. അതിനാൽ സർവശക്തനായ യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം നമ്മെ കോട്ടകെട്ടി സംരക്ഷിക്കട്ടെ. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ തിരുശരീരം നമ്മെ സംരക്ഷിക്കുകയും രക്ഷിക്കുകയും ചെയ്യും, എപ്പോഴും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കട്ടെ. നമ്മുടെ ബുദ്ധിയിലും ചിന്തയിലും ഭാവനയിലും പ്രവൃത്തിയിലും നമ്മുടെ അധരത്തിലും കാഴ്ചകളിലുമെല്ലാം പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കണം. നമ്മുടെ ശരീരത്തെ, നമ്മുടെ നിയന്ത്രണം നമ്മുടേതല്ല, അത് പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കണം. അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയായി എന്നെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുമടങ്ങാം, കർത്താവിൻ്റെ മുമ്പിൽ കരങ്ങൾ കൂപ്പാം. ഈശോയെ, ഞങ്ങളെ ഈ വചനം ശ്രമിക്കുന്ന ഓരോ മക്കളെയും ഇത് 10,000ങ്ങളിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് കർത്താവിൻ്റെ വരവ് ആഗതമായി. അത് ഏത് രീതിയിലാണെന്നൊക്കെ ഞാൻ പറയുകയുണ്ടായി. അത്രമാത്രം രണ്ട് എതിർശക്തികളായിട്ട് പൈശാചികശക്തിയും ദൈവത്തിൻ്റെ ശക്തിയുമായി ലോകം രണ്ട് ചേരിയായി നിന്ന് യുദ്ധം ചെയ്യുമ്പോൾ ആരാണ് ജയിക്കുക, ആരാണ് തോൽക്കുക എന്നുള്ള വാശിയോടെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇതിൻ്റെ നടുക്ക് നിൽക്കുന്ന ജനവും ജനകോടികളും ഒരുപാട് വേദനകൾ കടന്നു പോകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവിടെ നമ്മളെ സംരക്ഷിക്കാൻ ഒരേ ഒരു വ്യക്തിയെ ഈ ഭൂമിയിൽ വരികയുള്ളൂ. അത് നമ്മൾ വിചാരിക്കുമ്പോൾ യേശു എവിടെയാണ്? യേശുവിനെ കാണാനില്ല. ഈ ലോകത്തൊരിടത്തും ദൈവമെന്ന് പറഞ്ഞുകൊണ്ട് യേശു നമുക്ക് കാണാനില്ല. പള്ളികളിൽ കുർബാനയും ഒരു ഈശോയുടെ രൂപം മാത്രമേ കാണുന്നുള്ളൂ. എവിടെയാണ് യേശു, ഏതാണ് യേശു എന്ന് നമ്മൾ ചിന്തിക്കുന്നവർ ധാരാളം പേരുണ്ട്. പക്ഷേ അവരുടെ മുമ്പിലേക്ക് കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് ഹൃദയപൂർവ്വം വിശുദ്ധിയോടെ പരിശുദ്ധിയോടെ ഈ വെളിപാട് 22:14 പറഞ്ഞ രീതിയിൽ ഒരുങ്ങി നിൽക്കുന്ന വ്യക്തി, യേശുവേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമെന്ന് പറഞ്ഞാൽ ആ നിമിഷം നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷനായി നിങ്ങൾ സംസാരിക്കുന്ന സർവശക്തനായ ദൈവത്തെ നിങ്ങൾ കണ്ടുമുട്ടും. അത്ര വലിയ അത്ഭുതങ്ങളിലേക്ക് കർത്താവ് നിമിഷങ്ങളിൽ നമ്മളെ എടുത്തുപയോഗിക്കും. അതിനാൽ സർവശക്തനായ യേശു ക്രിസ്തു നമ്മെ എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കർത്താവ് യേശു തിരുരക്തം നമ്മളെ കോട്ടകെട്ടി സംരക്ഷിക്കട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ.